നമസ്കാരം. അനന്തപുരിയെ ഭക്തിസാന്ദ്രമാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ സംഗമമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം അരികിലെത്തിയിരിക്കുകയാണ്. ഓരോ വിശ്വാസിയുടെയും കാത്തിരിപ്പിന് വിരാമമിട്ട് 2026 മാർച്ച് 3 ആറ്റുകാൽ അമ്മയുടെ തിരുമുറ്റത്ത് പൊങ്കാല അടുപ്പുകൾ തെളിയുമ്പോൾ ഈ വർഷം ഒരു വലിയ ജ്യോതിഷ പ്രത്യേകത കൂടി അതിൽ നിഴലിക്കുന്നുണ്ട്. അതെ, ഭക്തലക്ഷങ്ങൾ പൊങ്കാല അർപ്പിക്കുന്ന അതേ ദിവസം തന്നെ ആകാശത്ത് ഒരു അപൂർവ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം കൂടി സംഭവിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ സവിശേഷത. ഒരു വശത്ത് അമ്മയുടെ അനുഗ്രഹം തേടിയുള്ള പൊങ്കാല സമർപ്പണം, മറുവശത്ത് പ്രപഞ്ചത്തിലെ ഗ്രഹഗതികളിൽ വരുന്ന മാറ്റം. ഈ ഗ്രഹണം നമ്മുടെ പൊങ്കാല ചടങ്ങുകളെയും വ്രതശുദ്ധിയെയും എങ്ങനെ ബാധിക്കും? ഗ്രഹണത്തിന് മുൻപ് ഏത് കൃത്യസമയത്തിനുള്ളിൽ നൈവേദ്യം പൂർത്തിയാക്കി നമ്മൾ വീടുകളിലേക്ക് മടങ്ങണം? മാത്രമല്ല, ജ്യോതിഷപരമായി നോക്കിയാൽ ഈ പൊങ്കാല ദിനം ചില രാശിക്കാർക്ക് ജീവിതത്തിലെ വഴിത്തിരിവാകാൻ പോകുന്ന സമയമാണ്. ആറ്റുകാലമ്മയുടെ പ്രത്യേക കടാക്ഷം ലഭിക്കുന്ന ആ ഭാഗ്യരാശികൾ ഏതെല്ലാമാണ്? ഗ്രഹണദോഷം മാറാൻ പൊങ്കാല കടത്തിൽ എന്തൊക്കെ ചേർക്കണം? ഇവയെല്ലാം ശാസ്ത്രീയവും ആചാരപരവുമായ വശങ്ങളിലൂടെ, വേദിക് വിശ്വാസിലൂടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നു. അമ്മയുടെ അനുഗ്രഹം എല്ലാവരിലും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ പങ്കുവയ്ക്കാനായി കമൻറ്റ് ബോക്സിൽ അമ്മേ ശരണമെന്ന് ഭക്തിപൂർവ്വം രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. 2026 മാർച്ച് 3 ചൊവ്വാഴ്ചയാണ് ലോകം ഉറ്റുനോക്കുന്ന ആറ്റുകാൽ പൊങ്കാല സമർപ്പണം നടക്കുന്നത്. എന്നാൽ അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 3:10 മുതൽ വൈകുന്നേരം 7 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നുണ്ട് എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ജ്യോതിഷശാസ്ത്ര വിധി പ്രകാരം ഗ്രഹണ സമയത്ത് പ്രപഞ്ചത്തിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുമെന്നും ആ സമയത്ത് ക്ഷേത്രനടകൾ അടച്ചിടണമെന്നുമാണ് നിയമം. ഗ്രഹണം അവസാനിച്ച ശേഷം മാത്രമേ ശുദ്ധികർമ്മങ്ങൾ നടത്തി ക്ഷേത്രം വീണ്ടും തുറക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പൊങ്കാല ചടങ്ങുകൾ ഒട്ടും വൈകാതെ നിശ്ചയിച്ച കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. രാവിലെ 9:45 പണ്ടാര അടുപ്പിൽ ദീപം പകരുന്നതോടെ അനന്തപുരി ഒരു യാഗശാലയായി മാറും. സാധാരണ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഉച്ചയ്ക്ക് 2:15 മുൻപായി തന്നെ നൈവേദ്യ ചടങ്ങുകൾ പൂർത്തിയാക്കി ഭക്തർക്ക് പ്രസാദം വിതരണം ചെയ്യേണ്ടതുണ്ട്. 3:10 ഗ്രഹണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ പൊങ്കാല സമർപ്പിച്ച് പ്രസാദം സ്വീകരിച്ച് വ്രതം മുറിക്കേണ്ടതാണ്. ഗ്രഹണ സമയത്ത് ഭക്ഷണം പാകം ചെയ്യുന്നതോ കഴിക്കുന്നതോ ഉചിതമല്ല എന്നതിനാൽ ഈ സമയക്രമം പാലിക്കുന്നത് നിങ്ങളുടെ വ്രതത്തിൻ്റെ പൂർണ്ണതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇനി തിരുവനന്തപുരത്തെത്താൻ സാധിക്കാത്ത ഭക്തർക്ക് സ്വന്തം വീടുകളിൽ പൊങ്കാല ഇടാവുന്നതാണ്. എന്നാൽ അവരും ക്ഷേത്രത്തിലെ ഇതേ സമയക്രമം പാലിച്ച് 2:15 മുൻപായി നൈവേദ്യം പൂർത്തിയാക്കി അടുപ്പണയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്രഹണസമയത്തെ അശുദ്ധി ബാധിക്കാതെ ദേവീപ്രസാദം സ്വീകരിക്കാൻ ഈ ജാഗ്രത ഓരോ ഭക്തർക്കും ഉണ്ടാവണം. ഇനി നമുക്ക് ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം. ഈ വർഷത്തെ പൊങ്കാല ദിനത്തിൽ ആറ്റുകാലമ്മയുടെ സവിശേഷമായ കടാക്ഷവും അനുഗ്രഹവും തേടിയെത്തുന്ന ആ ഭാഗ്യരാശികൾ ഏതെല്ലാമാണ്? ജ്യോതിഷപരമായി ഈ ദിനം
ഓരോ രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. ആദ്യമായി മേടം രാശി. മേടം രാശിക്കാർക്ക് ഈ പൊങ്കാല ഒരു വഴിത്തിരിവായിരിക്കും. ആറ്റുകാലമ്മയുടെ അനുഗ്രഹത്താൽ വർഷങ്ങളായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ, അത് വീടുപണിയാകട്ടെ വിവാഹകാര്യമാകട്ടെ, വളരെ വേഗത്തിൽ നടപ്പിലാകും. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം ലഭിക്കാനും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും തിരികെ വരാനും ഈ പൊങ്കാല വഴിപാട് നിങ്ങളെ സഹായിക്കും. ഈ രാശിക്കാർ അമ്മയ്ക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് ഉത്തമമാണ്. അടുത്തത് ഇടവം രാശി. ഇടവം രാശിക്കാർക്ക് തൊഴിൽ രംഗത്ത് വലിയ പുരോഗതിയാണ് കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികളായ സ്ത്രീകൾക്കും ബിസിനസ് രംഗത്തുള്ളവർക്കും ഈ കാലയളവ് അതീവ ശുഭകരമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ സ്ഥാനക്കയറ്റം ലഭിക്കാനോ ഉള്ള ഭാഗ്യം ഈ പൊങ്കാലയിലൂടെ തെളിയും. അമ്മയ്ക്ക് പായസ നിവേദ്യം സമർപ്പിക്കുന്നത് വഴി തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാർക്ക് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഈ സമയം ഏറ്റവും ഉത്തമമാണ്. സമൂഹത്തിൽ അംഗീകാരവും ആത്മവിശ്വാസവും വർദ്ധിക്കും. ഈ രാശിക്കാർ ദേവിക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുന്നത് ഇരട്ടി ഫലം നൽകും. നിങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മ അതിവേഗം കേൾക്കുന്ന ഒരു വർഷമായിരിക്കും ഇത്. കൂടാതെ ഇത്തവണത്തെ പൊങ്കാല ദിവസം പൂരൻ നക്ഷത്രമായതിനാൽ പൂരൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം ജന്മനക്ഷത്രദോഷങ്ങൾ മാറിക്കിട്ടും. അതുപോലെ തന്നെ മിഥുനം, തുലാം രാശിക്കാർക്കും ആറ്റുകാരമ്മയുടെ പ്രത്യേക സംരക്ഷണവും ഐശ്വര്യവും ഇത്തവണ ലഭിക്കും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അമ്മയുടെ ഒരു കരുതൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നതിൻ്റെ തെളിവായിരിക്കും വരാനിരിക്കുന്ന മാസങ്ങൾ. ഇതുകൂടാതെ മറ്റു രാശിക്കാർക്കും അവരുടെ ജന്മദോഷങ്ങൾ അകറ്റാൻ പൊങ്കാല വഴിപാട് വലിയൊരാശ്വാസമാകും. ഭക്തിയോടെ അർപ്പിക്കുന്ന ഒരു പിടി അരി പോലും അമ്മ കൈവിടില്ല. ഈ വർഷത്തെ പൊങ്കാലയുടെ മറ്റൊരു പ്രധാന സവിശേഷത അതൊരു ചൊവ്വാഴ്ച ദിവസമാണ് എന്നതാണ്. ജ്യോതിഷപ്രകാരം ചൊവ്വാഴ്ചയും ഭഗവതിയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. അതിനാൽ തന്നെ കടുത്ത ചൊവ്വാദോഷം മൂലം ദുരിതം അനുഭവിക്കുന്നവർക്കും വിവാഹ തടസ്സങ്ങൾ നേരിടുന്ന മംഗല്യകാംക്ഷികൾക്കും ഈ വർഷത്തെ പൊങ്കാല സമർപ്പണം അത്യുത്തമമാണ്. വ്രതശുദ്ധിയോടെ അമ്മയെ ധ്യാനിച്ച് പൊങ്കാല അർപ്പിക്കുന്നത് വഴി നിങ്ങളുടെ ജാതകത്തിലെ ദോഷഫലങ്ങൾ നീങ്ങുകയും മംഗല്യഭാഗ്യം കൈവരുകയും ചെയ്യും. പൊങ്കാല അർപ്പിക്കുമ്പോൾ പാലിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. വ്രതശുദ്ധിയോടെ അടുപ്പിന് മുന്നിലിരിക്കുമ്പോൾ എപ്പോഴും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ ദേവി സ്വീകരിച്ചു എന്നതിൻ്റെ ശുഭസൂചനയാണ് പൊങ്കാലകലം തിളച്ചു തൂകുന്നത്. പായസം തിളച്ചു തൂകുന്നത് കിഴക്കോട്ടാണെങ്കിൽ അത് വരാനിരിക്കുന്ന വലിയ സൗഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ലക്ഷണമായി കരുതപ്പെടുന്നു. ഇനി വ്രതത്തിൻ്റെ കാര്യമെടുത്താൽ സാധാരണഗതിയിൽ 9 ദിവസത്തെ കഠിന വ്രതമാണ് ഉത്തമം. എന്നാൽ ജോലി സംബന്ധമായോ ആരോഗ്യപരമായോ കാരണങ്ങളാൽ 9 ദിവസം വ്രതമെടുക്കാൻ കഴിയാത്തവർ പൊങ്കാലയുടെ തലേ ദിവസമെങ്കിലും അതീവ കർശനമായ വ്രതമനുഷ്ഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മത്സ്യമാംസാദികൾ വെടിഞ്ഞ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ശുദ്ധി പാലിച്ച് അമ്മേ ശരണം എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് വേണം ഈ പുണ്യകർമ്മത്തിൽ പങ്കാളികളാവാൻ. ഭൗതികമായ ശുദ്ധിയേക്കാൾ ഉപരിയായി നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധിക്കാണ് അമ്മ പ്രാധാന്യം നൽകുന്നത്. ആ ശുദ്ധിയോടെ അർപ്പിക്കുന്ന പൊങ്കാല നിശ്ചയമായും ഫലം നൽകും. ആറ്റുകാലമ്മയുടെ കരുണാകടാക്ഷം എല്ലാവരും എപ്പോഴും ചൊരിയട്ടെ എന്നും ആ കാരുണ്യം വരും വർഷം മുഴുവൻ നമുക്ക് സംരക്ഷണമായി മാറട്ടെ എന്നും മനമുരുകി പ്രാർത്ഥിക്കുന്നു. ഈ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഞങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ദക്ഷിണയായി കരുതി ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ആ ഒരു ഷെയർ വഴി ഒരുപക്ഷെ കൃത്യമായ സമയത്ത്
പൊങ്കാല നിവേദിക്കാൻ മറ്റൊരാൾക്ക് സഹായകരമായേക്കാം. നമ്മുടെ ഓരോ ആചാരങ്ങൾക്ക് പിന്നിലുമുള്ള ശാസ്ത്രീയ സത്യങ്ങളും ജ്യോതിഷപരമായ അറിവുകളും ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഇത്തരം കൂടുതൽ അറിവുകൾക്കും കൃത്യമായ പ്രവചനങ്ങൾക്കുമായി വേദിക് വിശ്വാസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മേ ശരണം, ദേവീ ശരണം. മറ്റൊരു പ്രധാന വിഷയവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.